സർ പതിവ് പോലെ യുഎസ് വിപണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു ഹോളിഡേക്ക് ശേഷം തിരികെ വന്ന വിപണിയിൽ വീണ്ടും ഒരു ഇടിവിനായിരുന്നു നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ചയും ഒരു ഉയർന്ന PPI പണപ്പെരുപ്പം മൂലം ഇടിവിൽ അവസാനിച്ച വിപണിയിൽ ഇന്നലെയും ശക്തമായിട്ടൊരു ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതിനൊരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇന്ന് റിസൾട്ട് വരാനിരിക്കുന്ന NVIDIA ഓഹരികളിലുണ്ടായ വലിയ തോതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്. പ്രത്യേകിച്ച് നാസ്ഡാക്ക് സൂചികയാണ് ഏറ്റവും അധികം ഇമ്പാക്ട് ചെയ്തത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 0.92% ഇടിവിൽ 15,630.78 എന്നൊരു നിലവാരത്തിലാണ് നാസ്ഡാക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസിലേക്ക് വരികയാണെങ്കിൽ വാൾമാർട്ട് ഓഹരികളിലെ ഒരു മുന്നേറ്റത്തെ തുടർന്ന് വലിയ തോതിൽ ഒരു ഇടിവിലേക്ക് പോകാതെ ഡൗ ജോൺസിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 0.17% ഇടിവിൽ 38,563.8 എന്നൊരു നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത്. S&P 500 0.6% ഇടിവിൽ 4,975.51 ക്ലോസ് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ വിപണിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഇന്നിപ്പോൾ FOMC മീറ്റിംഗിന്റെ മിനിറ്റ്സിന്റെ അടക്കമുള്ള ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് ഒക്കെ വരാനിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കൻ വിപണിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ അനിൽ, നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സ് രണ്ട് ഇൻഡിസസും റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽസിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. ബട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 5 ദിവസമായിട്ട് ഒരു ചെറിയ പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നിലവിലുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡ് 38,000 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ ബെയറിഷായി മാറാൻ പോകുന്നുള്ളൂ. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നില്ല 38ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ പുതിയൊരു മൊമെന്റം കാണണമെങ്കിൽ 38,900 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ വീണ്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. ബട്ട് അഗെയിൻ ഇൻ ദ കേസ് ഓഫ് നാസ്ഡാക്ക് ഓൾസോ അത് ബുള്ളിഷ് ഓൺഗോയിങ് ട്രെൻഡിനെ ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ല. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 17,100 പോയിന്റിന്റെ സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദെൽ ബി എനി പ്രോബ്ലം. മേജർ റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കുന്ന 18,000 പോയിന്റ്സിലാണ്. സർ, കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് ടോണിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ചും WTI ക്രൂഡിലേക്ക് നോക്കുകയാണെങ്കിൽ 0.38% നേട്ടത്തിൽ ബാരലിന് 77.34 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ 0.43% നേട്ടത്തോടെ $82.69 എന്നൊരു നിലവാരത്തിലുമാണ് വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ പോയിന്റ് എന്താണ്? സോ ക്രൂഡിന്റെ കേസിൽ WTI ക്രൂഡിന്റെ കേസിൽ $80 വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രൂഡിന്റെ കേസിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ മൊമെന്റ് നമ്മൾ ക്രൂഡിന്റെ കേസിൽ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ പാടില്ല. അറ്റ് ദ സെയിം ടൈം 80ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $75 സപ്പോർട്ടായിരിക്കും നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണ് എന്നുള്ളത് ഇന്നലെ പുതിയൊരു സർവകാല ഉയരം സൃഷ്ടിക്കാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 22,215.6 എന്നൊരു റെക്കോർഡ് ലെവൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും 22,196.95 എന്നൊരു നിലവാരത്തിലാണ്. നമ്മുടെ ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 22,150 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു ബുള്ളിഷ് റാലിക്ക് സാധ്യതയുണ്ട് എന്ന തരത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ ആ ഒരു റെസിസ്റ്റൻസിന് മുകളിലാണ് ക്ലോസും ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിഫ്റ്റി 50യുടെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് റാലിയിൽ ഒന്നും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ കറക്ഷൻ നേരിട്ടിരുന്ന ഒത്തിരി സ്റ്റോക്സിൽ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയാനുള്ള കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ചൂണ്ടിക്കാണിച്ച HDFC ബാങ്ക് ആയിരുന്നു.
അതുപോലെ തന്നെ ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ നമുക്ക് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇതേ ഫോറത്തിൽ SBIനെ കുറിച്ച് പറഞ്ഞിരുന്നു. SBIയുടെ കേസിൽ വീണ്ടും ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ വരും സെഷൻസിൽ വീണ്ടും അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിഫ്റ്റിയിൽ വളരെ വളരെ ശക്തമായിട്ട് ഒരു മൂവ് കാണാൻ സാധിക്കും. സൂചികകളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഒരു സ്റ്റാർ പെർഫോമർ ആയിട്ട് പറയാൻ സാധിക്കുക നിഫ്റ്റി ബാങ്ക് തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടുന്ന വിപണിയിൽ വലിയ തോതിലൊരു ബുള്ളിഷ് ട്രിഗർ ചെയ്തിട്ടുണ്ടായ നിഫ്റ്റി ബാങ്ക് തന്നെയായിരുന്നു. ഇന്നലെ 1.2% നേട്ടത്തിൽ 47,094.2 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻട്രാഡേ ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 47,136.75 എന്ന നിലവാരമാണ്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് ഇന്ന് സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? അനില, ഞാൻ 2 മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ വന്നിട്ട് 47,200 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ഇപ്പോൾ ഇന്നലത്തെ ട്രേഡിങ്ങോടെ നമുക്ക് ബ്രേക്ക് ചെയ്യപ്പെടുകയെന്ന് നമുക്ക് വിലയിരുത്താം. ഇന്ത്യൻ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ മുന്നിൽ ഒരേ ഒരു റെസിസ്റ്റൻസേ ഉള്ളൂ. അതിന്റെ ഓൾ ടൈം ഹൈ 48,636 പോയിന്റ്. മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈ നമുക്ക് താമസിക്കാതെ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണ് പറയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നിഫ്റ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഹെവി വെയ്റ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക് ഇതിലൊക്കെ നല്ല ബുള്ളിഷ് സെറ്റപ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. തിരിച്ച് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് വേറൊരു പ്രധാന സ്റ്റോക്ക് വിച്ച് ഐ പേഴ്സണലി ഹോൾഡ് ഇൻ മൈ പോർട്ട്ഫോളിയോ ആൻഡ് ഒത്തിരി ദിവസത്തെ കറക്ഷന് ശേഷം വീണ്ടും പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്ന ഒരു സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക്. സർ, അതിനോടൊപ്പം തന്നെ സർ ഇപ്പോൾ HDFC ബാങ്കിന്റെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. HDFC ബാങ്കിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കാനും ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഒരു പക്ഷേ നിഫ്റ്റിനെ ഏറ്റവും അധികം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് HDFC ബാങ്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മറ്റ് ബാങ്കിങ് ഓഹരികളെ അപേക്ഷിച്ചിട്ട് അണ്ടർ പെർഫോമൻസ് തുടരുന്ന ഓഹരി കൂടിയാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. ഇന്നലെ 2.5% കൃത്യമായി പറയുന്നത് 2.53% നേട്ടത്തോടെ 1453 എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. HDFC ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി സാർ കാണുന്നുണ്ടോ? നമ്മൾ ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു HDFC ബാങ്ക്. HDFC ബാങ്കിന്റെ കേസിൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ഞാൻ കാണുന്നത് 1560, 1580. ആ ഒരു ലെവലിൽ എത്തുമ്പോഴേക്കും നമുക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. അതിനുശേഷം ആ ഒരു റെസിസ്റ്റൻസ് മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തൊരു ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് NBFC ക്ഷമിക്കണം മറ്റ് ഫിനാൻസിങ് മേഖലയിൽ തന്നെ ബജാജ് ട്വിൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ പോയിന്റ് ആണ്. അതിൽ തന്നെ ബജാജ് ഫൈനാൻസ് ലിമിറ്റഡ് ഇന്നലെ 0.87% നേട്ടത്തോടു കൂടി 6,771 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒക്ടോബർ 6-ന് 2023 ഒക്ടോബർ 6-ന് രേഖപ്പെടുത്തിയ 8,192 എന്ന നിലവാരമാണ്. അതിനോടൊപ്പം തന്നെ ബജാജ് ഫിൻസർവിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 0.88% ഇടിവാണ് ബജാജ് ഫിൻസർവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 1,605.95 എന്നൊരു നിലവാരമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഡിസംബർ 20-ന് രേഖപ്പെടുത്തിയ 1,741 എന്നൊരു നിലവാരമാണ്. ബജാജ് ട്വിൻസുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? നമ്മളെ ചാർട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻഫറൻസ് ലോങ് ടേം ഇസ് ബെയറിഷ്. ബട്ട് അഗെയിൻ ബജാജിന്റെ കേസിൽ, ബജാജ് ഫിനാൻസിന്റെ കേസിൽ അഗെയിൻ ഞാൻ 3-4 ദിവസം മുൻപ് ചൂണ്ടിക്കാണിച്ചിരുന്നു ദാറ്റ് HDFC ബാങ്കിന്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണെന്ന്. ആൻഡ് കഴിഞ്ഞ 3-4 ദിവസത്തെ ട്രേഡിംഗ് പാറ്റേൺ നമുക്ക് നോക്കുമ്പോഴേക്കും ആ ഒരു ഇൻഫറൻസ് നമുക്ക് കുറെ കൂടെ ശക്തിപ്പെടുകയായി ചെയ്യുന്നത്. സോ നമുക്ക് ബജാജ് ഫിനാൻസിന്റെ കേസിൽ അഗെയിൻ നമുക്ക് ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ എടുക്കാം. ഇത് നമ്മളെ ട്രേഡിങ്ങിന് വേണ്ടി മാത്രമല്ല,
even for building it into the portfolio. സ്റ്റോക്ക് അടുത്ത മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 7200 7300 ഇടയ്ക്കായിരിക്കും. സർ അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാനാകുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സാറ് ഒരു വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരു ഓഹരിയായിരുന്നു ഏഷ്യൻ പെയിന്റ്സ്. ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരു പോസിറ്റീവ് ടോണിലായിരുന്നു ഏഷ്യൻ പെയിന്റ്സ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 0.52% നേട്ടത്തിൽ 3013.75 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏഷ്യൻ പെയിന്റ്സുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? സോ അനില, നമ്മൾ ഇന്ന് സംസാരിച്ചിരിക്കുന്ന 3 മേജർ സ്റ്റോക്സ് HDFC ബാങ്ക്, അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ് ആൻഡ് ഏഷ്യൻ പെയിന്റ്സ്. ഈ 3 സ്റ്റോക്സിന്റെയും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 2 മാസമായിട്ട് ശക്തമായിട്ട് ഒരു കറക്ഷൻ നേരിട്ട 3 ഹെവി വെയിറ്റ് സ്റ്റോക്സ് ഈ 3 സ്റ്റോക്സും. 3 സ്റ്റോക്സിലും മൈ ഒപ്പീനിയൻ ഇസ് ദാറ്റ് ഈ 3 സ്റ്റോക്കും ബോട്ടമിംഗ് ഔട്ട് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 സ്റ്റോക്കും നമ്മുടെ ലോങ് ടേം പോർട്ട്ഫോളിയോയിലോട്ട് ചേർക്കാനായിട്ട് നല്ലൊരു ലോ റിസ്ക് അവസരം നമുക്ക് മാർക്കറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 3160 3225 ഇടയ്ക്കായിരിക്കും. സർ അതിനോടൊപ്പം തന്നെ ഡിഫൻസിൽ നിന്നുള്ള ഒരു ഓഹരിയിലേക്കാണ് സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്നലെ 1.03% നേട്ടത്തിൽ 190.7 എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 52 ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2024 ജനുവരി 23 രേഖപ്പെടുത്തിയ 195.5 എന്നൊരു നിലവാരം, അത് ആ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബെല്ലുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? സോ ബെല്ലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ജനുവരി 3ാമത്തെ ആഴ്ചയിലായിരുന്നു അതിലൊരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് അതിനുശേഷം നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ കാണാൻ ഇടയായി. ആൻഡ് മൈ ഒപ്പീനിയൻ ഇസ് ദാറ്റ് ഇതിന്റെ കറക്ഷൻ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. കറന്റ് ലെവൽസിൽ നമുക്ക് ഈവൻ ഫ്രോം ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് ഒരു ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കും. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ, ആൻഡ് ഐ എം എക്സ്പെക്ടിങ് എ ന്യൂ ഓൾ ടൈം ഹൈ. സോ സ്റ്റോക്കിന്റെ മുന്നിൽ 2 മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. ആദ്യത്തെ 200 രൂപയിലും, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 210 രൂപയിലും. സർ ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് സംഗീത് സന്തോഷ് എന്ന പ്രേക്ഷകർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.04% നേട്ടത്തോടെ 566 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 16 രേഖപ്പെടുത്തിയ 594.8 എന്നൊരു നിലവാരമാണ്. HPCLുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? സോ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഇത് HPCL മാത്രമല്ല, ഈവൻ ഹിന്ദുസ്ഥാൻ ഭാരത് പെട്രോളിയം ആൻഡ് IOC. സോ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആൻഡ് ഭാരത് പെട്രോളിയത്തിന്റെ IOCയുടെ കേസിൽ ഒരേ ഒരു വിഷയം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്ടോബർ മാസത്തിലെ ബോട്ടമിംഗ് ഔട്ട് നടത്തിയതിനു ശേഷം ഒത്തിരി നേട്ടം നൽകിയ സ്റ്റോക്സ് ആണ്. സോ ഫ്രം എ വെരി ലോങ് ടേം പെർസ്പെക്റ്റീവ് ഈ സ്റ്റോക്സിലൊക്കെ നമുക്ക് ലോ റിസ്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നത് റിസ്കി ആയിരിക്കും. ബട്ട് ഫ്രം എ പ്യൂർലി ട്രേഡിംഗ് ഷോർട്ട് ടേം വ്യൂവിലാണെങ്കിൽ നമുക്ക് ഇന്ന് സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. ഇതിൽ ഇമ്മീഡിയറ്റ് ഒരു ബൈ ട്രിഗർ നമുക്ക് ലഭിക്കാൻ പോകുന്ന 570 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തല്ല. 570 ബ്രേക്ക് ചെയ്ത അടുത്ത മേജർ റെസിസ്റ്റൻസ് 590, അതിനെ തുടർന്ന് 610, അതിനെ തുടർന്ന് 630 രൂപയിൽ. സർ മറ്റൊരു പ്രേക്ഷകരെ സനീഷ് ചന്ദ്രൻ ജിയോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.85% നേട്ടത്തോടു കൂടി 281.8 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 52 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 5-ാം തീയതി രേഖപ്പെടുത്തിയ 295.7 എന്ന നിലവാരമാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ഡിസ്ക്ലോഷർ പേഴ്സണലി എനിക്കൊരു പൊസിഷൻ ഉള്ള ഒരു സ്റ്റോക്ക് ജിയോ ഫൈനാൻഷ്യൽ. ആൻഡ് ജിയോ ഫൈനാൻഷ്യലിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ജിയോ ഫൈനാൻസിന്റെ കേസിൽ ഐ ഡോണ്ട് സി എനി വീക്ക്നെസ് അറ്റ് ദ മൊമെന്റ്. എന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിയോ ഫൈനാൻസിന്റെ കേസിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. ബട്ട് ഈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഇസ് എ ലിറ്റിൽ ബിറ്റ് റിസ്കി. കാര്യം
റിസ്ക് ടു റിവാർഡ് റേഷ്യോ അത്ര ഫേവറബിൾ അല്ല. യെസ് സർ. മറ്റൊരു പ്രേക്ഷകനായ മുഹമ്മദ് ജസീൽ ഓറിയന്റ് ഗ്രീൻ പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഈ ഒരു ഓഹരി ഇന്നലെ 4.13% ഇടിവിൽ 24.4 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 8-ാം തീയതി രേഖപ്പെടുത്തിയ 34.45 എന്ന നിലവാരമാണ്. ഓറിയന്റ് ഗ്രീൻ പവറുമായി ബന്ധപ്പെട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? സോ ഓറിയന്റ് ഗ്രീൻ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ സ്റ്റോക്കിലെ കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല ആൻഡ് ഹൈലി വോളറ്റൈൽ. ഇൻഫാക്ട് ഇതിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്ക് എൻ്റെ ഒരു ഫീല് കിട്ടുന്ന മേ ബി ഇറ്റ് ഇസ് ഗെറ്റിംഗ് മാനിപ്പുലേറ്റഡ്. സോ ഇത്തരം സ്റ്റോക്സിൽ അൺലെസ് നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇത്തരം സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. യെസ് സർ. മറ്റൊരു പ്രേക്ഷകനായ സംഗീത് സന്തോഷ് ചോദിച്ചിരിക്കുന്നത് വരുൺ ബെവറേജസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ ഒരു ഫ്ലാറ്റ് ടോണിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്ന 1439 രൂപ എന്ന നിലവാരത്തിൽ. 53 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 15-ാം തീയതി രേഖപ്പെടുത്തിയ 1456 രൂപയാണ്. വരുൺ ബെവറേജസുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു ആൻഡ് ഇതിന്റെ ഒരേ ഒരു വിഷയം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി മാസത്തിൽ 1200 രൂപയിൽ ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്കിൽ നമ്മൾ കാര്യമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ കണ്ടിട്ടില്ല. സോ ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല ആൻഡ് നമ്മുടെ കൈവശം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 1390 രൂപ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. യെസ് സർ. മറ്റൊരു പ്രേക്ഷകനായ സന്തോഷ് പി ചീരൻ മനോഗ്രാഫ് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഈ ഒരു ഓഹരി 0.2% നേട്ടത്തിൽ 25.5 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 53 ഹൈ നോക്കുകയാണ് എന്നെങ്കിൽ ഫെബ്രുവരി 1-ാം തീയതി രേഖപ്പെടുത്തിയ 35.2 എന്ന നിലവാരമാണ്. മനോഗ്രാഫുമായി ബന്ധപ്പെട്ട സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? See, Manograph is a small cap stock and കമ്പനിയുടെ ഫൈനാൻഷ്യൽസിനെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ ആൻഡ് കാര്യമായിട്ട് ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. സോ പേഴ്സണലി വാട്ട് ഐ വുഡ് സേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഐ എം നോട്ട് വെരി ഷുവർ ഇതിന്റെ ഫൈനാൻഷ്യൽസ് എത്രത്തോളം ഹെൽത്തി ആണെന്ന്. സോ സ്റ്റോക്കിൽ നമുക്ക് അറ്റ് ദ മൊമെന്റ് ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 10 days സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ 30 and 32 rupees പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ഇറ്റ് വുഡ് ബി എ ഗുഡ് സ്ട്രാറ്റജി. സന്തോഷ് ചീരൻ എന്ന പ്രേക്ഷകൻ തന്നെ അദാനി എനർജി സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഓഹരി ഇന്നലെ 0.41% ഇടിവിൽ 1070 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 53 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 3-ാം തീയതി രേഖപ്പെടുത്തിയ 1250 രൂപ എന്ന നിലവാരമാണ്. അദാനി എനർജി സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? സോ ഡിസ്ക്ലോഷർ, എനിക്ക് പല അഡാനി സ്റ്റോക്സിലും പേഴ്സണലി ഒരു പൊസിഷൻ ഉണ്ട്, ഇൻക്ലൂഡിങ് ഇൻ അഡാനി എനർജി സൊല്യൂഷൻ. ഫ്രം എ ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് ഞാൻ എല്ലാ അഡാനി സ്റ്റോക്സിലും ഐ എം എക്സ്ട്രീംലി ബുള്ളിഷ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബിലീവ് ദാറ്റ് അഡാനി സ്റ്റോക്സിലൊക്കെ ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അഡാനി എനർജി സൊല്യൂഷന്റെ സ്പെസിഫിക് കേസിൽ 990 രൂപയായിരിക്കാം നമ്മൾ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു ബൈങ് ഇൻട്രസ്റ്റ് വരുന്നുവെങ്കിൽ 1120 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദ മൊമെന്റ് സ്റ്റോക്ക് കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ഇറ്റ് ഹാസ് ബീൻ കൺസോളിഡേറ്റിംഗ്. ഇറ്റ് ഈസ് ഡിസ്പ്ലേയിങ് എ സൈഡ് വേസ് പാറ്റേൺ. സർ, അതിനോടൊപ്പം തന്നെ സിന്ധു അജിത്ത് എന്ന പ്രേക്ഷക അദാനിയിലെ തന്നെ അദാനി പവറുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ ഓഹരി 2.58% ഇടിവിൽ 553 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദാനി പവറിൽ സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ഈ അഡാനി എൻറ്റയർ സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ അഡാനി പവറിൽ മാത്രമേ നമുക്കൊരു ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈങ് അവസരം നമുക്ക് നൽകാത്ത ഒരേ ഒരു സ്റ്റോക്ക് ഇസ് ആക്ച്വലി അഡാനി പവർ. സോ അഡാനി പവറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിന് ശേഷം ഇറ്റ് ഹാസ് ബീൻ കൺസോളിഡേറ്റിംഗ്. അഡാനി പവറിൽ നമുക്ക് പുതിയൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 592 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയൊരു ബൈയിങ് ട്രിഗർ ലഭിക്കാൻ പോകുന്നുള്ളൂ.
അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 530 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കണം. സർ, മറ്റൊരു പ്രശ്നം ബിജിത് തമ്പി മണപ്പുറം ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.27% ഇടിവിൽ 182.9 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മണപ്പുറവുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്, ബട്ട് സ്റ്റോക്കിൽ നമുക്കൊരു ട്രേഡിങ്ങിന് വേണ്ടി ഒരു ബൈയിങ് ട്രിഗർ ലഭിക്കുന്നില്ല. സ്റ്റോക്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട പുതിയ ഹൈ 192 രൂപ 50 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് സ്റ്റോക്കിൽ വീണ്ടും ഒരു 5 മുതൽ 10 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ, മറ്റൊരു പ്രേക്ഷകയായ മല്ലിക HFCL ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.89% നേട്ടത്തിൽ 110.4 എന്നൊരു നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. HFCL സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ എക്സ്ട്രീംലി ബുള്ളിഷ് ട്രെൻഡ് ഇൻ HFCL, ബട്ട് ഇന്നലത്തെ നേട്ടത്തിനെ തുടർന്ന് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ എൻട്രി സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 98 രൂപ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 120-ലായിരിക്കും.